2027 സിവിൽ സർവീസസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ആസ്പിരൻസിനായി സൈലം IAS കണ്ടക്ട് ചെയ്യുന്ന റെഗുലർ ഓൺലൈൻ പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാമാണ് ഫോക്കസ് 2026-27. കഴിഞ്ഞ 3 എഡിഷനുകളിലായി ഓൾമോസ്റ്റ് 450 പരം സ്റ്റുഡൻസ് ആണ് സൈലം IASന്റെ ഓൺലൈൻ പ്രോഗ്രാമിലൂടെ 2027 സിവിൽ സർവീസസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നത്. കേരളത്തിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആസ്പിരൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സൈലം IAS എന്ന വെർട്ടിക്കലിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഉദ്ദേശം. പക്ഷേ സ്വാഭാവികമായും ഇത്തരമൊരു പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുന്നതിന് മുന്നോടിയായി നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോക്കസ് 4.0 ബാച്ചിൻ്റെ ലോഞ്ച് വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഫോക്കസ് ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്യണം, എന്തെല്ലാമാണ് ഈ ബാച്ചിൻ്റെ സവിശേഷതകൾ, ഇത് ടോട്ടലി പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാം ആണോ അതോ പ്രിലിംസ് മാത്രമാണോ കവർ ചെയ്യപ്പെടുക, അഫോർഡബിലിറ്റി എന്ന് പറയുമ്പോൾ എത്രയാണ് ഇതിൻ്റെ ഫീ നിശ്ചയിച്ചിരിക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം. എല്ലാ സംശയങ്ങൾക്കും മറുപടിയാണ് ഈ ഒരു വീഡിയോ. ഒട്ടും തന്നെ സമയം കളയുന്നില്ല. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ്, എന്തുകൊണ്ട് ഫോക്കസ് 4.0 ബാച്ച്? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ്. ഒന്നും തന്നെ മാറ്റി നിർത്തുന്നില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് കവറേജ് ആണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്രോഗ്രാമിലും ഉറപ്പ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ഓഫ്ലൈനായി നിങ്ങൾ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്താൽ മാത്രമാണോ സമ്പൂർണ്ണമായും നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യപ്പെടുക എന്ന സംശയം വേണ്ട. ഇതൊരു ഓൺലൈൻ പ്രോഗ്രാം ആണെങ്കിലും കംപ്ലീറ്റ് ജനറൽ സ്റ്റഡീസ് പ്ലസ് CSAT സിലബസ് കവറേജ് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സെക്കൻഡ് ഫീച്ചർ, ഇതൊരു ഇൻ്റഗ്രേറ്റഡ് പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ പ്രിലിംസ് പാസ്സാകുന്നവർക്ക് മാത്രം മെയിൻസ് പ്രോഗ്രാമിലേക്ക് എൻട്രി എന്ന തരത്തിലല്ല ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കോഴ്സ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മെയിൻസ് റെലവൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി സെഷൻസ്, ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാംസ്, വർക്കൗട്ട് സെഷൻസ്, പ്രാക്ടീസ് സെഷൻസ്, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് സെഷൻസ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ കോഴ്സിലുടനീളം ലഭിച്ചുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഫീച്ചർ. തേർഡ് വൺ, സാധാരണ എല്ലാ അക്കാഡമീസും ഓൺലൈൻ ബാച്ചസ് റൺ ചെയ്യാറുണ്ട്. ഈ ഓൺലൈൻ ബാച്ചസ് റൺ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അവർ ചെയ്യുന്നത് അവരുടെ ഓഫ്ലൈനായി സ്ട്രീം ചെയ്യപ്പെടുന്ന വീഡിയോ റെക്കോർഡിങ്സ് ഓൺലൈൻ ബാച്ചിന് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. പക്ഷേ സൈലം IAS അവിടെയും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ വലിയ സ്റ്റുഡിയോ സെറ്റപ്പിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് റെക്കോർഡഡ് ആയി സൂക്ഷിച്ചിട്ടുണ്ട്. ആൻഡ് റെക്കോർഡഡ് ആയിട്ടുള്ള ഈ ക്ലാസ് കൃത്യമായിട്ടുള്ളൊരു ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങളിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയും കൺസേൺഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ലൈവായി നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് നിങ്ങളുടെ സംശയങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും കൃത്യമായിട്ട് സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞു തരികയും ഒക്കെ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു ഓൺലൈൻ പ്രോഗ്രാം ആണ് എന്നുള്ളത് കൊണ്ട് എവിടെയോ ഇരിക്കുന്ന കുറേ ആസ്പിരൻസ്, എവിടെയോ ഇരിക്കുന്ന ഫാക്കൽറ്റീസിൻ്റെ ലെക്ചർ കേൾക്കുക എന്നുള്ളതല്ല, ലൈവായി ഇൻട്രാക്ട് ചെയ്യാനുള്ള ചാൻസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഈ ഒരു ബാച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഫീച്ചർ നമ്പർ 3. ദ ഫോർത്ത് വൺ, കറണ്ട് അഫെയർസ് സെഷൻ ടോട്ടലി ലൈവ് ആണ്. ടോട്ടലി ലൈവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കില്ല എന്നല്ല അർത്ഥം. കറണ്ട് അഫെയർസ് സെഷൻ എല്ലാ വീക്കിലും, അതായത് എല്ലാ ആഴ്ചയിലും വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വൈകിട്ട് 7 മുതൽ 8:30 വരെയുള്ള സമയത്താണ് നമ്മൾ കറണ്ട് അഫെയർസ് ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് നൽകിയാൽ മാത്രം പോരാ എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വേണ്ടത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷനാണ്. വളരെ വിദഗ്ധരായ, എക്സ്പീരിയൻസ്ഡ് ആയ, 10 വർഷത്തിലപ്പുറത്ത് സിവിൽ സർവീസസ് പരിശീലന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള മെൻറ്റേഴ്സ് അടങ്ങുന്ന വലിയൊരു പാനൽ സൈലം IASനുണ്ട്. ഈ ഒരു പാനലിൻ്റെ നേതൃത്വത്തിലുള്ള മെൻറ്റർഷിപ്പ് സെഷൻസിലാണ് നിങ്ങൾ എങ്ങനെ ഡേ ടു ഡേ ബേസിസിൽ നിങ്ങൾ ഒരു ദിവസം എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരിക. സ്വാഭാവികമായും നിങ്ങളുടെ റെഗുലർ ക്ലാസ്സിന് ശേഷം മെൻറ്റർഷിപ്പ് സെഷൻസ് എന്ന് പറയുന്നതും ഈ കോഴ്സിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ഇത് കൂടാതെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, നിങ്ങൾക്കറിയാം നമ്മളുടെ രാജ്യത്ത് സിവിൽ സർവീസസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ആസ്പിരൻസിന് ഏറ്റവും ഡിമാൻഡുള്ള, അല്ലെങ്കിൽ ആസ്പിരൻസിൻ്റെ ഇടയിൽ ഏറ്റവും ഡിമാൻഡുള്ള സ്റ്റഡി മെറ്റീരിയൽ ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമ്മളെല്ലാവരും പറയും അത് ഓൺലി IAS എന്ന പ്ലാറ്റ്ഫോമിൻ്റേതാണ് എന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ഫിസിക്സ് വാല എന്ന് പറയുന്നത്. ഫിസിക്സ് വാലയുടെ സബ്സിഡറീസ് ആണ് ഓൺലി IASും സൈലം IASും. അപ്പോൾ ഓൺലി IASുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് രാജ്യത്തെ ഏറ്റവും മികച്ച സിവിൽ സർവീസസ് കണ്ടന്റ് നിങ്ങളുടെ
പക്കലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ എത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് നിങ്ങൾക്ക് എന്തെല്ലാമാണ് കിട്ടുക? സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ, റെഗുലർ അസസ്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ്, കറണ്ട് അഫയേഴ്സ് സപ്പോർട്ട്, ഡെഡിക്കേറ്റഡ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്. ആൻഡ് ഇതിനെല്ലാം അപ്പുറത്തേക്ക് സൈലം ഐഎസിൻ്റെ എല്ലാ ടീച്ചേഴ്സും ഒരുപാട് വർഷക്കാലം സിവിൽ സർവീസസ് പരിശീലന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. കുറേ കാലമായി, ഒരുപക്ഷെ സൈലം IAS ഇവർ പുതിയതാണ് എങ്കിൽ പോലും നിരന്തരമായി അല്ലെങ്കിൽ കുറേ വർഷക്കാലമായി 8-9 വർഷക്കാലം കേരളത്തിലെ ഏറ്റവും മികച്ച അക്കാഡമികളിൽ പരിശീലനം നൽകിയിട്ടുള്ള ടീച്ചേഴ്സാണ് സൈലം IASിലുള്ളത്. അപ്പോൾ സൈലം IASിൻ്റെ ടീച്ചേഴ്സിൻ്റെ സ്റ്റുഡൻസ് സർവീസിൽ കയറിയിട്ടുള്ളവരുണ്ട്. അവർ ടോപ്പേഴ്സാണ്, അവരിപ്പോൾ സർവീസിലുള്ള ഓഫീസേഴ്സാണ്. അവരെങ്ങനെ പ്രിപ്പയർ ചെയ്തു, അവരെങ്ങനെയാണ് അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജൈസ് ചെയ്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷനെ സ്വാഭാവികമായും ഒന്ന് പുഷ് ചെയ്യാൻ സഹായിക്കും. അങ്ങനൊരു പുഷ് ഫാക്ടറായി റെഗുലറായി നമ്മൾ ടോപ്പേഴ്സ് ടോക്സ് ആൻഡ് മോട്ടിവേഷൻ സെഷൻസും ഈ ഒരു ഓൺലൈൻ ബാച്ചിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി ആർക്കെല്ലാമാണ് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റുക? കാറ്റഗറി 1 ഇസ് വർക്കിംഗ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ജോലിയെല്ലാം ഉപേക്ഷിച്ച് സിവിൽ സർവീസസ് തയ്യാറെടുപ്പിനായി സമയം മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു വിഭാഗം സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഓപ്ഷനാണ് സൈലം IASിൻ്റെ ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്തിൽ കൺവീനിയൻ്റ് ആയി ആ സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സിവിൽ സർവീസസ് എന്ന് പറയുന്ന വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, ദെൻ ഫൈനൽ ഇയർ സ്റ്റുഡൻസ്, അതായത് ഗ്രാജുവേഷൻ്റെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്, റിമോട്ട് ഏരിയാസിൽ നിന്നുള്ള ആസ്പിറൻസിനെ സംബന്ധിച്ച് ഇതൊരു ഓൺലൈൻ പ്രോഗ്രാമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ക്ലാസ്സിൽ വന്ന് കോഴ്സ് അറ്റൻഡ് ചെയ്യേണ്ട സാഹചര്യമില്ല. സമ്പൂർണ്ണമായും ഓൺലൈൻ മോഡിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഹോം മേക്കേഴ്സ് ആൻഡ് കരിയർ ചേഞ്ചേഴ്സ്, റിപ്പീറ്റേഴ്സ് എന്നിങ്ങനെയുള്ള എല്ലാവരെ സംബന്ധിച്ചും ഈ കോഴ്സ് വളരെ വയബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ആൻഡ് ഇത് സ്പെസിഫിക്കലി ഓൺലൈൻ ആസ്പിറൻസിനായി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ഏത് സമയത്തും എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡിജിറ്റൽ നോട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഡിജിറ്റൽ റിസോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലെക്സിബിൾ ലേണിംഗ് ഷെഡ്യൂളാണ്. നിങ്ങൾ കൃത്യമായി ഇത്ര സമയത്ത് മാത്രമേ ക്ലാസ് കാണാൻ പറ്റൂ എന്ന നിബന്ധനയില്ല. ക്ലാസ് കൃത്യമായി അപ്ലോഡ് ചെയ്യപ്പെടും. ആ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ് നിങ്ങളുടെ സമയമനുസരിച്ച് കൺവീനിയൻസ് അനുസരിച്ച് കാണുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഷെഡ്യൂൾ അടക്കം നിങ്ങൾക്ക് നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഷെയർ ചെയ്ത് തരും. അത് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ കർത്തവ്യം. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു റെക്കോർഡഡ് ബാച്ച് മാത്രമല്ല, എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്കൊരു ഓഫ്ലൈൻ എക്സ്പീരിയൻസ്, അത് വിർച്വലി ആണെങ്കിൽ പോലും എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ലൈവ് സെഷൻസ് കൂടി ഈ ഒരു പ്രോഗ്രാമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ആൻഡ് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. സിലബസ് സമ്പൂർണ്ണമായും കവർ ചെയ്യപ്പെടുന്നു. പ്രിലിംസ് ആൻഡ് മെയിൻസ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പരാമർശിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ടെസ്റ്റ് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്സസ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ടെസ്റ്റിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പേയ്മെൻറ്റ് നൽകേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല എന്നാണ്. നിങ്ങൾക്ക് കൃത്യമായി വീക്ക്ലി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, മന്ത്ലി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഡെയിലി ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. ഏറ്റവും സവിശേഷത നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ടെസ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഈസ് അഗെയിൻ വൺ ഓഫ് ദ സെലിയൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് പെർട്ടിക്കുലർ കോഴ്സ്. ആൻഡ് UPSCയുടെ ഭാഷ മനസ്സിലാക്കുക അല്ലെങ്കിൽ UPSCയുടെ ലാംഗ്വേജ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് സിവിൽ സർവീസസ് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറൻറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് 1995 കാലഘട്ടം മുതൽ ഉള്ള സിവിൽ സർവീസസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള അനാലിസിസ് സെഷനും നമ്മളുടെ റിവിഷൻ പ്രോഗ്രാംസിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഫ്രീ ആയി ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൃത്യമായിട്ടുള്ള സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഇൻറ്റൻസീവ് ആയിട്ടുള്ള റിഗറസ് ആയിട്ടുള്ള റിവിഷൻ എക്സസൈസ് നമ്മളുടെ പോർഷൻ എല്ലാം നമ്മളൊരു ഫെബ്രുവരി മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് അവസാനത്തെ ഒരു 1.5 മാസക്കാലം ഇറ്റ്സ് എ റിവിഷൻ ഓർ റിഗറസ് റിവിഷൻ എക്സസൈസ്. ആൻഡ് കൃത്യമായി നിങ്ങളുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു മെൻറ്റർ ഉണ്ടായിരിക്കും, അസൈൻ ചെയ്തിട്ടുള്ളൊരു മെൻറ്റർ ഉണ്ടായിരിക്കും. ആ മെൻറ്റർ ആയിരിക്കും നിങ്ങളുടെ ഒരു ക്ലാസ് ടീച്ചർ പോലെ ആക്ട് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഗ്രസ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു റിപ്പോർട്ട് കാർഡ് അതും ഡിജിറ്റലായി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഫെസിലിറ്റി നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട്. പ്രിലിംസും മെയിൻസും കഴിഞ്ഞു. നൗ ഇറ്റ്സ് ദ ടൈം ഫോർ ദ പേഴ്സണാലിറ്റി ടെസ്റ്റ്.
പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ഗൈഡൻസിന് വേണ്ടി ഞങ്ങൾ ഡൽഹിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട നിങ്ങളുടെ സംശയം. ദ ആൻസർ ഇസ് നോ. കാരണം ഡൽഹിയെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളത്. അതായത് സമ്പൂർണ്ണമായ ഒരു ഡൽഹി ബേസ്ഡ് മോക്ക് ഇൻ്റർവ്യൂ പാനലിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് കേരളത്തിലെ ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സിനെല്ലാം ഒരു ഡൽഹി മോഡൽ സിവിൽ സർവീസസ് ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കാൻ സൈലം IAS ആദ്യ വർഷം തന്നെ സാധിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു അക്കാഡമിക്കും ഇന്നേ വരെ സാധിക്കാത്ത വലിയൊരു നേട്ടമാണ് സൈലം IAS കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ സ്വന്തമാക്കിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ റീസൺ ദാറ്റ് രാജ്യത്തെ ഏറ്റവും വലിയ എഡ്ടെക് സ്ഥാപനമായ ഫിസിക്സ് വാലയുടെ സബ്സിഡിയറിയാണ് സൈലം IAS എന്നുള്ളത് കൊണ്ടാണ് സൈലം IASന് ഇങ്ങനൊരു പ്രോഗ്രാം വളരെ ഗ്രാൻഡായി കഴിഞ്ഞൊരു വർഷം കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം ആണെങ്കിൽ പോലും ദാറ്റ് വിൽ നോട്ട് ബി എ കൺസേൺ ഫോർ യു അറ്റ് എനി കോസ്റ്റ്. ഇറ്റ്സ് ഗ്യാരണ്ടി. നൗ എഡ്യൂക്കേറ്റേഴ്സിനെ എല്ലാവരെയും നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും. അസീം അക്രമാണ് നമ്മളുടെ അക്കാഡമിക് ഹെഡ്. പൊളിറ്റി ആൻഡ് ഗവേണൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. റിനോ മാം will be handling geography. Nandu sir will be handling economics. Prelims and main strategy portions handle ചെയ്യുന്നത് സുനീഷ് സർ ആയിരിക്കും. ആതിര മാം ഇസ് ദർ. ആതിര മാം ആയിരിക്കും നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് സം പോർഷൻസ് ഓഫ് ദ ഹിസ്റ്ററി ഹാൻഡിൽ ചെയ്യുക. ആൻഡ് ഫൈനലി ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇസ് അഫോർഡബിലിറ്റി എന്ന് പറയുമ്പോൾ എത്രയാണ് ഈ ഒരു ബാച്ചിൻ്റെ ഫീ ആയി നിശ്ചയിച്ചിട്ടുള്ളത്? 9 മാസത്തെ ഈ കോഴ്സിൻ്റെ ഫീ ആയി നിശ്ചയിച്ചിട്ടുള്ളത് ഇറ്റ് ഇസ് 34,999 rupees. ആലോചിക്കുക, അഫോർഡബിലിറ്റി എന്നത് വെറും വാക്കാണോ യാഥാർത്ഥ്യമാണോ എന്ന്. ഈ ഫീച്ചേഴ്സ് എല്ലാം കൺവിൻസിങ് ആണ് എങ്കിൽ ഇത് മതിയാവോളം നിങ്ങൾക്ക് അനുഭവിക്കാം. ക്വാളിറ്റി അനുഭവിച്ച് അറിയേണ്ടതാണ്. വെൽക്കം ടു സൈലം IAS. See you online.